ജനങ്ങളോട് ഏറ്റവും അടുപ്പമുള്ള വകുപ്പ്. അടുക്കളകളിൽ തീ പുകയുമ്പോൾ എല്ലാവരും ഓർമ്മിക്കുന്ന വകുപ്പ്. അതാണ് ഭക്ഷ്യവകുപ്പ്. ഭക്ഷ്യവകുപ്പിന് ഒരു ഇരുണ്ട കാലമുണ്ടായിരുന്നു, കരിഞ്ചന്തയുടെ കാലം. റേഷൻ കട ഉടമകൾ കടം കയറി കഷ്ടപ്പെട്ട കാലം. അതിരുവൽക്കരിക്കപ്പെട്ടവർക്ക് പോലും ആഹാരം എത്താതിരുന്ന ഒരു കാലം. എല്ലാം മാറി. പുതിയ കാലം. കഴിഞ്ഞ 10 വർഷം LDF ഭരിച്ച 10 വർഷവും UDF ഭരിച്ച 5 വർഷവും എങ്ങനെയൊക്കെയാണ് ഭക്ഷ്യവകുപ്പ് പ്രവർത്തിച്ചത്, എന്തൊക്കെയായിരുന്നു നേട്ടങ്ങളും കോട്ടങ്ങളും പരിശോധിക്കുകയാണ് ഈ പ്രത്യേക പരിപാടി. ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും എന്നൊക്കെ പറയും പോലെയാണ് നന്മ സ്റ്റോറുകളുടെ കാര്യം. ഉച്ചഭക്ഷണം തയ്യാറാക്കാനായി മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവനക്കാർ പുതിയ ചാക്ക് പൊട്ടിച്ചപ്പോഴാണ് ചത്ത എലിയെ കണ്ടത്. ഉച്ചക്കഞ്ഞിക്കുള്ള അരിയിൽ ചത്ത എലിയെ കണ്ടെത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂൾ സന്ദർശിക്കാൻ ഭക്ഷ്യമന്ത്രി എത്തി. സിവിൽ സപ്ലൈസ് വകുപ്പ് കുത്തഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്നതിന് ഈ വാർത്ത മാത്രം മതി തെളിവ്. 2 കാര്യങ്ങളാണ്. 1 കെടുകാര്യസ്ഥത, 2 അഴിമതി. സിവിൽ സപ്ലൈസിന്റെ കൊട്ടാരക്കര ഡിപ്പോയിൽ പഞ്ചസാര ചാക്കിന് മുകളിലെ തെരുവ് നായ്ക്കളുടെ വാസത്തിന് വഴിവെച്ച ഉദ്യോഗസ്ഥ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് DYFI AYF യുവമോർച്ച പ്രവർത്തകർ ഉയർത്തിയത്. അതേസമയം സിവിൽ സപ്ലൈസിന്റെ ക്വാളിറ്റി അഷുറൻസ് അസിസ്റ്റന്റ് മാനേജർ അനുജയും ജില്ലാ ഫുഡ് ഇൻസ്പെക്ടർ മിനിയും നായ്ക്കൾ മലമൂത്ര വിസർജനം നടത്തിയ പഞ്ചസാരയുടെ സാമ്പിളുകൾ ശേഖരിച്ചു. ഹൈജീനിക് ആയിട്ടൊരു കണ്ടീഷനിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. കോട്ടയം ജില്ലാ സപ്ലൈ ഓഫീസറായി നിയമനം ലഭിക്കുന്നതിനായി ജേക്കബ് വിഭാഗം സംസ്ഥാന സെക്രട്ടറി ബിജു മറ്റപ്പള്ളിക്ക് 3 ലക്ഷം രൂപ നൽകിയതായാണ് S. ശ്രീലത വെളിപ്പെടുത്തിയത്. കോട്ടയത്ത് ക്രമവിരുദ്ധമായി റേഷൻ മൊത്തവ്യാപാര ഡിപ്പോ അനുവദിച്ചതിനും ബിജു മറ്റപ്പള്ളി അടക്കം പാർട്ടി നേതാക്കൾ പണം വാങ്ങി. ഇതിനായി ജില്ലാ സപ്ലൈ ഓഫീസർ എന്ന നിലയിൽ അൻസാരി എന്നയാളിൽ നിന്നും കൈക്കൂലിയായി 50,000 രൂപ വാങ്ങിയെന്നും ശ്രീലത പറഞ്ഞു. പിറവം ഉപതെരഞ്ഞെടുപ്പിൽ ഓരോ റേഷൻ മൊത്ത വ്യാപാരിയിൽ നിന്നും 10,000 രൂപ വീതം പിരിച്ചെടുത്തെന്നും ഇത് പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂരിനെ ഏൽപ്പിച്ചെന്നും ശ്രീലത പറഞ്ഞു. ഭക്ഷ്യവകുപ്പിലെ DSO TSO തസ്തികകളിലേക്ക് സ്ഥലം മാറ്റം നൽകുന്നതിനായി ലക്ഷക്കണക്കിന് രൂപയാണ് പാർട്ടി നേതാക്കൾ വാങ്ങിയെടുക്കുന്നതെന്ന് ശ്രീലതയുടെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമായിരിക്കുകയാണ്. ഭരണപക്ഷത്തു നിന്ന് തന്നെ ഭക്ഷ്യവകുപ്പിനെതിരെ ആരോപണമുയർന്നു. ഭക്ഷ്യവകുപ്പ് മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ബിന്ദു കൃഷ്ണ. വിലക്കയറ്റം തടയുന്നതിന് ഭക്ഷ്യവകുപ്പ് പരാജയപ്പെട്ടുവെന്ന് ബിന്ദു കൃഷ്ണ ചൂണ്ടിക്കാട്ടി. ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിനെതിരെ അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടത് ദേശീയ മാധ്യമങ്ങൾ വരെ വാർത്തയാക്കി. മന്ത്രി അനൂപ് ജേക്കബ് സിവിൽ സപ്ലൈസ് രജിസ്ട്രേഷൻ വകുപ്പുകളിൽ 27 കോടി രൂപയുടെ അഴിമതി നടത്തിയതായി ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് TV രാജേഷ് ആരോപിച്ചു. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിറകിൽ ചില തൽപരകക്ഷികളാണെന്ന് പറഞ്ഞ അനൂപ് ജേക്കബ് പക്ഷേ ജോണി നെല്ലൂരാണോ ഈ തൽപരകക്ഷി എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഇവിടെ നിന്നാണ് പിണറായി സർക്കാർ ആരംഭിച്ചത്. കുത്തഴിഞ്ഞു കിടന്ന പൊതുവിതരണ സമ്പ്രദായത്തെ കാര്യക്ഷമമാക്കി ഉടച്ചു വാർത്തു. ഇന്ത്യയിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ സമ്പ്രദായമുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റി. ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും, വിപണി ഇടപെടൽ ഫലപ്രദമായി നടത്തുന്ന സംസ്ഥാനം കേരളമാണ് എന്ന്. രാജ്യത്ത് വലിയ വിലക്കയറ്റമുള്ളപ്പോഴും ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളം നിലനിൽക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷക്കാലയളവെടുത്താൽ 99 സപ്ലൈകോ വിതരണശാലകൾ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. UDF നിന്ന് വ്യത്യസ്തമായി LDFന് അഴിമതി അവസാനിപ്പിക്കണം എന്നുള്ളതിന് ദൃഢമായ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, തെളിയിക്കുന്നതായിരുന്നു.
രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് വരുമ്പോൾ തന്നെ പിണറായി വിജയന് ഈ പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തണമെന്ന് നല്ല ആഗ്രഹമുള്ള ഒരാളാണ്. ഞാൻ പലപ്പോഴും സംസാരിച്ചപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും. ഈ രംഗത്തുള്ള അഴിമതി അവസാനിപ്പിക്കാൻ പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെൻറ്, ഒന്നാമത്തെ ഗവൺമെൻറ് ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണത്തിലെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് 1980-ലെ EK നയനാർ സർക്കാരിന്റെ കാലത്താണ്. അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന E ചന്ദ്രശേഖരൻ നായർ മുൻകൈയെടുത്ത് കേരളത്തിൽ സപ്ലൈകോയുടെ കീഴിൽ മാവേലി സ്റ്റോറുകൾ സ്ഥാപിച്ചു. ജനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്തു. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടായത് തന്നെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ അസാധാരണമായ ഒരു ഭക്ഷ്യക്ഷാമമുണ്ടായി. അത് പരിഹരിക്കാൻ ഭക്ഷ്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു. അതിലൊക്കെ മർദ്ദനമേറ്റ ആളുകളാണ് പിൽക്കാലത്ത് പിന്നെ മന്ത്രിമാരൊക്കെ ആയത്. അതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഭക്ഷ്യ സമരം, ആ ഭക്ഷ്യസമരത്തിന് ശേഷമാണ് അധികാരത്തിൽ വന്ന ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കേരളത്തിലെ ഈ പൊതുവിതരണ സമ്പ്രദായത്തിനെ ഉടച്ചു വാർക്കണം എന്ന് തീരുമാനിച്ചത്. മാവേലി സ്റ്റോറിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ റേഷൻ കാർഡുമായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സാധനം തീർന്നു പോകുന്നുണ്ട്. അപ്പം സർക്കാർ തന്നെയാണ് ഇതിനുള്ള ഉത്തരവാദിത്വം. UDFിൻ്റെ ഭരണകാലത്ത് മാവേലി സ്റ്റോറുകൾ അടഞ്ഞു കിടക്കുകയും മാവേലി സ്റ്റോറുകൾ സാധനങ്ങളില്ലാത്ത അവസ്ഥയും നിരന്തരം പത്രവാർത്താ മാധ്യമങ്ങളിൽ വന്നിരുന്നത് നമുക്കെല്ലാം ഓർമ്മയുണ്ട്. എന്നാൽ LDF ഗവൺമെൻറ് കാലത്ത് പൊതുവിതരണ കേന്ദ്രങ്ങൾക്ക് പുറമെ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ 130-ലധികം ഔട്ട്ലെറ്റുകൾ പുതുതായി ആരംഭിക്കാൻ കഴിഞ്ഞു. നിലവിലുള്ള 1700-ഓളം ഔട്ട്ലെറ്റുകളിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് ശക്തിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചു. 13 നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്കും വില കുറച്ചും സബ്സിഡിയായി നൽകുന്ന നിലപാട് സ്വീകരിച്ചു. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവിൽ ലഭിക്കുന്ന കേന്ദ്രമായി സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ മാറ്റാൻ കഴിയും. പുതിയ റേഷൻ കാർഡ് അനുവദിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ സപ്ലൈ ഓഫീസിലെ കമ്പ്യൂട്ടറിൽ മാറ്റം വരുത്തും. അതേസമയം റേഷൻ കടക്കാരന്റെ പക്കലുള്ള രജിസ്റ്ററിൽ പുതിയത് എഴുതി ചേർക്കുകയും വെട്ടിമാറ്റിയ കാർഡുകൾ നിലനിർത്തുകയുമാണ് രീതി. ഇത് പരിശോധിക്കേണ്ട റേഷൻ ഇൻസ്പെക്ടർമാരുടെ ചുമതലയാണ്. എന്നാൽ റേഷൻ മാഫിയയിൽ നിന്നും പണം പറ്റുന്ന ഉദ്യോഗസ്ഥർ ത്രൈമാസ പരിശോധനയിൽ ഇക്കാര്യങ്ങൾക്ക് നേരെ കണ്ണടക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് സാധാരണക്കാരന് അനുവദിക്കപ്പെട്ട അരിവിഹിതം അനധികൃതമായി കൊള്ളയടിക്കപ്പെടുന്നത്. സംസ്ഥാനത്ത് 5 ലക്ഷത്തോളം വ്യാജ കാർഡുകൾ ഉണ്ടാക്കി റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ തട്ടിയെടുക്കുകയാണ് മാഫിയ സംഘങ്ങൾ. ഒരു റേഷൻ കാർഡ് ഒന്നിലധികം കടകളിൽ രജിസ്റ്റർ ചെയ്ത് തട്ടിപ്പ് നടത്തുകയാണ്. റേഷൻ കാർഡ് വിതരണത്തിൽ പോലും തട്ടിപ്പ് നടന്ന ഒരു കാലമുണ്ടെങ്കിൽ അത് 2011-2016 ഭരണകാലമാണ്. വ്യാജ റേഷൻ കാർഡുകൾ നിർമ്മിച്ച് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ തട്ടിയെടുക്കുക. 5 ലക്ഷം വ്യാജ റേഷൻ കാർഡുകളാണ് വിതരണം ചെയ്തത്. LDF സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ 4 വർഷത്തിനിടെ മാത്രം വിതരണം ചെയ്തത് 5,24,986 റേഷൻ കാർഡുകളാണ്. മുഴുവൻ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് നൽകിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഇന്ന് കേരളം. ട്രാൻസ്ജെൻഡറുകൾ, തെരുവിൽ കഴിയുന്ന മനുഷ്യർ, വാടക താമസക്കാർ എന്നിവർക്കെല്ലാം ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിൽ റേഷൻ കാർഡുകൾ അനുവദിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ താമസിക്കുന്ന സ്ഥാപനങ്ങൾക്കുൾപ്പെടെ 8,232 റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. ദാരിദ്ര്യ നിർമ്മാർജ്ജന വകുപ്പ് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അതിദരിദ്രരെ കണ്ടെത്തി എല്ലാ പേർക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകി. ഇന്ന് ഇവിടെ റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് പൂർണ്ണമായും റേഷൻ കാർഡ് കൊടുക്കുകയാണ്. റേഷൻ കടയിൽ പോകണമെങ്കിൽ 2 കിലോമീറ്ററോളം സഞ്ചരിക്കണമെന്നാണ്. ഇത്തവണ നിങ്ങൾ റേഷൻ വാങ്ങുന്നു, അടുത്ത മാസം മുതൽ ആ റേഷൻ കട ഇവിടെ വരും. നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും വളരും കേരളം, പ്രിയ കേരളം.
ഓണം നമ്മുടെ ഉത്സവകാലമാണ്. അതുകൊണ്ട് തന്നെ ഓണക്കാലം സമൃദ്ധവുമായിരിക്കണം. 2011-16 കാലം പക്ഷേ അങ്ങനെയായിരുന്നില്ല. സപ്ലൈകോയിൽ സാധനങ്ങളുടെ ക്ഷാമം. സർക്കാർ പണം നൽകിയില്ല എന്നതാണ് സപ്ലൈകോയെ ബുദ്ധിമുട്ടിച്ചത്. സർക്കാർ പക്ഷേ കാര്യക്ഷമമായി ഇടപെട്ടതുമില്ല. ഈ വാർത്തകളാണ് അതിന് തെളിവ്. റേഷൻ കാർഡുള്ള ഒരാൾക്ക് മാവേലി സ്റ്റോർ വഴി 10 കിലോ അരി നൽകണമെന്നാണ് സർക്കാർ ഉത്തരവ്. എന്നാൽ കിലോയ്ക്ക് 16 രൂപ നിരക്കിൽ 5 കിലോ അരി മാത്രമാണ് ഇപ്പോൾ നൽകുന്നത്. സ്റ്റോക്കിൽ സാധനമില്ല. മാവേലി സ്റ്റോർ വഴി നൽകുന്ന 11 ഇനം ഭക്ഷ്യവസ്തുക്കളിൽ അരിയും പഞ്ചസാരയും മുളകും മാത്രമാണ് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത്. ഈ സാധനങ്ങളാകട്ടെ കിട്ടാനുമില്ല. ദിവസവേതനക്കാരെ ഘട്ടം ഘട്ടമായി ഒഴിവാക്കി സപ്ലൈകോയുടെ ഗ്രാമീണ മേഖലകളിലെ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനാണ് 13-ന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. വരുമാനമില്ലെന്ന കാരണം പറഞ്ഞാണിത്. ഇത് ഏറ്റവും വലിയ പൊതുമേഖല വിതരണ ശൃംഖലയായിട്ടുള്ള സപ്ലൈകോയെ അടച്ചുപൂട്ടാനും അതുവഴി 2000-ഓളം വരുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനും ചില്ലറ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ബഹിരാഷ്ട്ര കുത്തകൾക്ക് കടന്നു വരാനുമായുള്ള ഒരു സാഹചര്യമാണ് ഈ സർക്കുലറിന്റെ പിന്നിലുള്ളത്. സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം വന്നാൽ ഏതൊരു കാർഡുടമയ്ക്കും സംസ്ഥാനത്ത് എവിടെയുമുള്ള റേഷൻ കടകളിൽ നിന്ന് അവരുടെ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങാവുന്നതാണ്. കൂടാതെ പദ്ധതി യാഥാർത്ഥ്യമായാൽ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയിലെ കച്ചവടവും ഇല്ലാതാകും. ഉദ്യോഗസ്ഥരുടെ വീഴ്ച വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടും ഫലപ്രദമായി ഇടപെടൽ നടത്താൻ മന്ത്രിയും തയ്യാറാകുന്നില്ലെന്നും ആരോപണമുണ്ട്. സപ്ലൈകോയുടെ വിറ്റുവരവിൽ കുറവുള്ള കാരണം യഥാർത്ഥത്തിൽ ഇന്ന് സപ്ലൈകോയുടെ സാധനങ്ങളുടെ വിലയിൽ കുറഞ്ഞ നിരക്കിൽ തന്നെ ഓപ്പൺ മാർക്കറ്റിൽ സാധനങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അരിവില നിയന്ത്രിച്ചു നിർത്താനുള്ള സർക്കാർ നടപടിയുടെ ഭാഗമായുള്ള അരിവണ്ടി ഗ്രാമങ്ങളിലേക്ക് യാത്ര തുടങ്ങി. 4 വ്യത്യസ്ത ഇനം അരികൾ സിവിൽ സപ്ലൈസിന്റെ അരിവണ്ടിയിലുണ്ടാകും. ഇടത്തരക്കാർക്ക് കൈത്താങ്ങാവുന്ന അരിവണ്ടി പ്രധാനമായും സംസ്ഥാനത്തെ താലൂക്കുകൾ കേന്ദ്രീകരിച്ചാണ് സേവനം നടത്തുക. അരിവണ്ടിയുടെ സംസ്ഥാനതല ഫ്ളാഗ് ഓഫ് ഭക്ഷ്യമന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഒറ്റപ്പെട്ട പട്ടികവർഗ മേഖലകളിൽ താമസിക്കുന്ന പട്ടികവർഗ കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിൽ നേരിട്ട് റേഷൻ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് സഞ്ചരിക്കുന്ന റേഷൻ കട. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ എന്നീ 10 ജില്ലകളിൽ 5200 കുടുംബങ്ങൾക്കാണ് പദ്ധതി കൊണ്ട് ഗുണം ലഭിക്കുന്നത്. വനപ്രദേശങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും താമസിക്കുന്ന ആദിവാസികൾക്കും തീരദേശത്തെ ദരിദ്രർക്കും പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ച ആളുകൾക്കും റേഷൻ വീട്ടുപടിക്കലെത്തിക്കും. ഇവിടെ റോഡൊക്കെ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഏറ്റി അവിടുന്ന് ബസ് കയറി അവിടുന്ന് അവിടുന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഏറ്റി വരുന്നത് വീട്ടിലേക്ക്. അപ്പോൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുതരുന്ന കൊണ്ട് എത്രയോ സമാധാനം പറയണം. പറഞ്ഞാൽ ഒരു ഇതില്ല. അങ്ങനെ ഞങ്ങൾക്ക് സന്തോഷമായത് ഇവിടെ കൊണ്ടുവരുന്നതിന്. ബുദ്ധിമുട്ട് പൈസ വേണ്ടേ? വണ്ടിക്കൂലി ഇങ്ങോട്ടങ്ങോട്ട് വണ്ടി അരി മേടിച്ചു വണ്ടി പിടിച്ചു ഇതൊക്കെ എത്തിക്കൊണ്ട് അതൊക്കെ വേണം. റേഷൻ ഉൽപ്പന്നങ്ങൾ റേഷൻ കട വിതരണം ചെയ്യുന്നത് അരിയും ഗോതമ്പും മണ്ണെണ്ണയും പഞ്ചസാരയും അത് റേഷൻ കടയിൽ കിട്ടും. മാവേലി സ്റ്റോറിൽ ചെന്നാൽ പലവ്യഞ്ജനങ്ങളും മറ്റ് സബ്സിഡി അരിയും. അല്ല, ഇപ്പോൾ ഈ രണ്ടായിട്ട് പ്രവർത്തിക്കുകയാണ്. റേഷൻ കടയിൽ ഞങ്ങൾ പലവ്യഞ്ജനങ്ങൾ കൊണ്ടുവരുന്ന സ്കീം നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഏർപ്പെടുത്തുന്നത്. ആ കാലവും മാറിയതല്ല, മാറ്റിയതാണ്. ഓണച്ചന്തകൾ നിറഞ്ഞു നിന്ന കാലം, ഓണക്കിറ്റുകൾ വീടുകളിലെത്തിയ കാലം. പ്രളയകാലത്തും കോവിഡിന്റെ ദുരിതകാലത്തും സാധാരണക്കാരുടെ വിശപ്പ് തിരിച്ചറിഞ്ഞു തുടങ്ങിയതാണ് സർക്കാർ ഭക്ഷ്യക്കിറ്റ് വിതരണം. സാധാരണക്കാരന്റെ ക്ഷേമം മുൻനിർത്തിയുള്ള നടപടിയുടെ ഭാഗമായാണ് ഇത്തവണയും ഓണത്തിന് ഓണക്കിറ്റ് നൽകാനുള്ള സർക്കാർ തീരുമാനം. 92 ലക്ഷം കുടുംബങ്ങൾക്കാണ് കൈത്താങ്ങാവുന്നത്. ഓണക്കാലത്ത് ആർക്കും പെൻഷനും കിറ്റും കിട്ടില്ലെന്നും സപ്ലൈകോ പൂട്ടുമെന്നും വൻ വിലക്കയറ്റമാകുമെന്നും പ്രചരിപ്പിച്ചവർക്ക് തെറ്റി. ഓണം ആളുകൾക്ക് സന്തോഷത്തോടെ ആഘോഷിക്കാൻ കഴിയില്ല എന്നൊരു പ്രചരണം വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിരുന്നു.
അത്തരം പ്രചരണങ്ങൾ പലതും ഓണത്തിൻ്റെ ഐതിഹ്യത്തിൽ പറയുന്ന പൊളിവചനത്തിൽപ്പെട്ടതാണ് എന്ന് ഇതിനു മുൻപുള്ള പല പ്രചരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ നാട്ടുകാർക്ക് ബോധ്യമുള്ളതാണ്. പ്രളയം, ഓക്കി, കോവിഡ് പോലെയുള്ള ദുരന്ത സമയങ്ങളിൽ ദുരിതബാധിതർക്ക് സർക്കാർ 15 കിലോ റേഷൻ സാധനങ്ങൾ സൗജന്യമായി നൽകി. സംസ്ഥാനത്തെ 1259 വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ 48 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകി. കോവിഡിന്റെ ആഘാതം മറികടക്കാൻ സംസ്ഥാന സർക്കാർ 2020 ഓഗസ്റ്റ് മുതൽ 2021 മെയ് വരെ എല്ലാ റേഷൻ കാർഡുകൾക്കും അവശ്യ വസ്തുക്കളുടെ കിറ്റ് സൗജന്യമായി നൽകി. സംസ്ഥാനത്തെ 87.9 ലക്ഷം കുടുംബങ്ങൾക്ക് 17 അവശ്യ വസ്തുക്കളുടെ കിറ്റ് സൗജന്യമായി നൽകി. കോവിഡ് കാലത്ത് ആരംഭിച്ച കമ്മ്യൂണിറ്റി കിച്ചൺ വഴി സ്വയം ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകി. നമ്മുടെ റേഷൻ കടകളെക്കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട്. കണ്ടു പരിചയിച്ച കുറേ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. എന്നാൽ അതെല്ലാം മാറി. റേഷൻ കടകൾ ആധുനികമായി. പുതിയ പേരും വന്നു: കേരള സ്റ്റോർ അല്ലെങ്കിൽ കെ സ്റ്റോർ. റേഷൻ കടകൾ, പൊതുവിതരണ കേന്ദ്രങ്ങൾ അതിൻ്റെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ചുകൊണ്ട് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി കൂടുതൽ സേവനങ്ങളും കൂടുതൽ ഉൽപ്പന്നങ്ങളും പൊതുവിതരണ ശൃംഖലയിലൂടെ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള സ്റ്റോർ, കെ സ്റ്റോറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മിൽമ ഉൽപ്പന്നങ്ങൾ, സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വഴി ചോട്ടു ഗ്യാസ്, അതോടൊപ്പം തന്നെ CSC സേവനങ്ങളിൽ ഡിജിറ്റൽ സേവനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാകുക എന്ന തരത്തിൽ വളരെ അത്യാവശ്യമുള്ള ബില്ലുകൾ അടയ്ക്കാൻ, ഈ ഇലക്ട്രിസിറ്റി, ടെലിഫോൺ, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ബില്ലുകൾ, ഇങ്ങനെയുള്ള ബില്ലുകൾ അടയ്ക്കാൻ. അതുപോലെ വിദൂര ഗ്രാമങ്ങളിൽ നോക്കിയാൽ ATM സൗകര്യമോ ബാങ്ക് ഇടപാടിൻ്റെ സൗകര്യമോ ഇല്ലാത്ത നിരവധി പ്രദേശങ്ങളുണ്ട്. അവിടെ നമുക്ക് 10,000 രൂപയിൽ താഴെയുള്ള ബാങ്ക് ഇടപാടുകൾ, ATM ട്രാൻസാക്ഷൻ അടക്കം ഇത്തരം സേവന സഹായങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് ആദ്യഘട്ടം നിലയിൽ തുടക്കം കുറിക്കുന്നത്. റേഷൻ വാങ്ങാൻ വരുന്നവർക്ക് കെ സ്റ്റോറിലെ സാധനങ്ങളും കൂടെ വാങ്ങുന്നത് അവർക്ക് വളരെ ഉപകാരമായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യ സാധനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ കെ സ്റ്റോറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ റേഷൻ കാർഡ് ഇല്ലെങ്കിലും നമുക്ക് വാങ്ങാനുള്ള സൗകര്യമുണ്ട്. ഇതിൽ ഞങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ, MSME ഉൽപ്പന്നങ്ങൾ, ചോട്ടു ഗ്യാസ്, പിന്നെ സപ്ലൈകോ സാധനങ്ങൾ, സുജലം പദ്ധതി, ഇതെല്ലാം ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റേഷൻ വാങ്ങാൻ വരുന്നവർക്ക് കയ്യിൽ കാശില്ലെങ്കിലും ഗൂഗിൾ പേ ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് ഏതുകൊണ്ടും ആൾക്കാർക്ക് വളരെയധികം സൗകര്യമാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. എല്ലാവർക്കും വളരെ സന്തോഷം. കാരണം റേഷൻ വാങ്ങാൻ വരുന്ന കൂട്ടത്തിൽ ഇതും കൂടി ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട് എല്ലാവർക്കും. എല്ലാവരും ഒത്തിരി പേര് വന്ന് വാങ്ങുന്നുമുണ്ട്. വളരെ നല്ലൊരു അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. ഗവൺമെൻറ് ഈ സംരംഭം ഏർപ്പെടുത്തിയതിൽ വലിയ സന്തോഷം. എല്ലാവർക്കും നല്ല ഉപകാരമായിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ കെയർ സ്റ്റോറും കൂടി തുടങ്ങിയതുകൊണ്ട് വീട്ടിലെ അത്യാവശ്യ സാധനങ്ങളെല്ലാം നല്ല ബെനിഫിറ്റോടെ വാങ്ങാൻ എനിക്ക് സാധിക്കുന്നു. പിന്നെ കെ സ്റ്റോർ എന്തുകൊണ്ടും നമ്മൾ ഈ ഗ്രാമപ്രദേശത്ത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ പോകണം ടൗണിൽ ഇങ്ങനത്തെ ഈ അക്ഷയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അതെല്ലാം ജനങ്ങൾക്ക് ഈ റേഷൻ വാങ്ങാൻ വരുന്നവർക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും വളരെ ഉപകാരമുള്ള കാര്യം തന്നെയാണ്. റേഷൻ കാർഡുണ്ട്, കയ്യിൽ അത്യാവശ്യ പൈസയുമുണ്ട്.
എന്തു ചെയ്യാം? റേഷൻ കടയിൽ നേരിട്ടെത്തി ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയില്ല. അവരുടെ വീടുകളിലേക്കുമെത്തി പിണറായി സർക്കാർ ഒപ്പം പദ്ധതിയിലൂടെ. റേഷൻ കടയിൽ ചെന്ന് ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയാത്തവരുടെ വീടുകളിൽ ഓട്ടോറിക്ഷയിൽ സാധനങ്ങൾ എത്തും. ഓട്ടോറിക്ഷാ തൊഴിലാളികളുമായി ചേർന്ന് നടപ്പാക്കുന്ന ഒപ്പം പദ്ധതിയിലൂടെ നിരാലംബരായ മനുഷ്യരെ മുഴുവൻ ചേർത്ത് പിടിക്കുന്നു പിണറായി സർക്കാർ. സർക്കാരിൻ്റെ ഒപ്പം പദ്ധതി വളരെ ഗുണകരമാണ്. പാവപ്പെട്ട പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾ. എൻ്റെ റേഷൻ കടയിൽ AD 264 എൻ്റെ റേഷൻ കടയിൽ നിന്ന് ഇപ്പം ഒരാൾ തന്നെയാണ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ബന്ധുവും കൂടിയായ ആട്ടോ തൊഴിലാളിയാണ് കൊണ്ടു കൊടുക്കുന്നത്. കണ്ടറിഞ്ഞ തൊട്ടറിഞ്ഞ സത്യം മറച്ചു പിടിക്കാൻ കഴിയില്ല ആർക്കും. എല്ലാം അറിയുന്ന ജനങ്ങൾക്ക് മുന്നിൽ സത്യം പറയേണ്ടി വരും. പിന്നീട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാലും തെളിവുകൾ പുറത്തു വരും. അങ്ങനെ ഒരു അമളി പറ്റി നമ്മുടെ പ്രതിപക്ഷ നേതാവിന്, അതും ഭക്ഷ്യവകുപ്പിനെ കുറിച്ച്. നിയമസഭയിൽ നടന്ന പ്രതിപക്ഷ നേതാവും ഭക്ഷ്യമന്ത്രിയും തമ്മിലുള്ള സംവാദം മാത്രം മതി എന്താണ് ഭക്ഷ്യവകുപ്പിന്റെ പ്രവർത്തനം എന്നറിയാൻ, എന്താണ് പിണറായി സർക്കാർ എന്നറിയാൻ. പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണച്ചന്തയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുമാണ് സാർ. അതിന് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് സാർ. സാറേ, ഏറ്റവും രസകരമായ കാര്യം പച്ചക്കള്ളമാണ് ഈ മന്ത്രി പറഞ്ഞത്. ഞാൻ അവിടെ വിളക്കോളജി പോകുന്നതല്ലാതെ അവിടെ പ്രസംഗിച്ചിട്ടില്ല. പച്ചക്കള്ളം പറയണം, പച്ചക്കള്ളം. സാർ, അതിന്റെ വോയിസ് മെസ്സേജ് എന്റെ കയ്യിലുണ്ട്. ആ വോയിസ് മെസ്സേജ് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. പറഞ്ഞത് മറന്നുപോയത്. അത് 13 സബ്സിഡൈസ്ഡ് ഐറ്റങ്ങൾ മാർക്കറ്റിലേക്കുള്ള വില താഴ്ത്തി സബ്സിഡി റേറ്റിൽ കൊടുക്കുമ്പോഴാണ് എല്ലാവരും വന്ന് സപ്ലൈകോയിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ കൃത്രിമമായി ഉണ്ടാകുന്ന വിലക്കയറ്റം മാർക്കറ്റിൽ താഴോട്ട് പോകുന്നത്. അപ്പോൾ അതിന് സപ്ലൈകോയുടെ വർഷങ്ങളായിട്ടുള്ള മാർക്കറ്റിലെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉടനിവർത്തി നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ